പ്രധാനമന്ത്രിക്കെതിരായ ഓഹരി അഴിമതി ആരോപണം ശക്തമാക്കാൻ ഇന്ത്യ മുന്നണി പാർലമെന്റിലടക്കം വിഷയം ചർച്ചയാക്കും. വിവരങ്ങളുമായി ജിൽബി ചേരുന്നു. എന്താണ് പ്രതിപക്ഷത്തിന്റെ നീക്കം ജിൽബി? ഷമി, ഇന്നലെയായിരുന്നു രാഹുൽ ഗാന്ധി ഒരു വാർത്താ സമ്മേളനം വിളിച്ച ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ മറവിൽ വലിയ രീതിയിലുള്ള ഓഹരി അഴിമതി നടന്നു, അല്ലെങ്കിൽ ഓഹരി വിപണിയിൽ വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടന്നു എന്നുള്ള ഒരു ആരോപണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമെതിരെ ഉയർത്തിയത്. അതായത് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപേ ഇത്തരത്തിൽ ചാനലുകളിൽ, അതായത് അദാനിയുടെ ചാനലിൽ വന്ന് അമിത്ഷായും നരേന്ദ്രമോദിയും ഒരു അഭിമുഖം നടത്തി. അതിലൂടെ ഇത്തരത്തിൽ ഓഹരി വാങ്ങാനായിട്ട് ജനങ്ങളെ പ്രേരിപ്പിച്ചു. അതായത് 400 സീറ്റുകൾ നേടി NDA അല്ലെങ്കിൽ BJP അധികാരത്തിൽ വരും, അതിനാൽ ജൂൺ 4-ന് ശേഷം ഓഹരി വിപണിയിൽ വൻ കുതിപ്പുണ്ടാകുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ നിക്ഷേപകരെ ആകർഷിക്കുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ അവർക്ക് അനുകൂലമായ രീതിയിൽ എക്സിറ്റ് പോളുകളും കൊണ്ടുവന്ന് ജനങ്ങളെ വഞ്ചിക്കുകയാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രിയും അതുപോലെ അമിത്ഷായും ചെയ്തതെന്നുള്ള ഒരു ഗുരുതരമായ ആരോപണമായിരുന്നു രാഹുൽ ഗാന്ധി ഇന്നലെ ഉയർത്തിയിരുന്നത്. അതിനുശേഷം ഈ ജൂൺ 4-ന് ഫലം വന്നതിന് പിന്നാലെ ഓഹരി വിപണി ഇടിയുകയും ഏകദേശം 30 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് സാധാരണക്കാർക്ക്, അല്ലെങ്കിൽ ജനങ്ങളുടെ പണം നഷ്ടമായി എന്നുള്ള ആരോപണം ഉയർത്തിയിരുന്നു. ഈ വിഷയമാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം ഏറ്റെടുക്കാൻ പോവുകയാണ്. അതായത് ഇപ്പോൾ സത്യപ്രതിജ്ഞയ്ക്കായിട്ടുള്ള തിരക്കിട്ട നീക്കങ്ങൾ BJP നടത്തുന്നു. അത്തരത്തിൽ മന്ത്രിസഭാ രൂപീകരണമൊക്കെ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ പ്രതിപക്ഷം BJPയെ ശക്തമായിട്ട് പ്രതിരോധിച്ചുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. എന്തായാലും ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളും ഈ വിഷയവുമായി അല്ലെങ്കിൽ ഈ ഗുരുതര ആരോപണവുമായി മുമ്പോട്ട് പോയി അല്ലെങ്കിൽ പ്രതിഷേധിക്കാൻ തന്നെയാണ് തീരുമാനം. ഇനിയിപ്പോൾ ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകളൊക്കെ നടന്നതിന് ശേഷം പാർലമെന്റ് സമ്മേളനമൊക്കെ വിളിക്കുമ്പോൾ പാർലമെന്റിലും ഈ വിഷയം ശക്തമായിട്ട് ഉയർത്താൻ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. എന്തായാലും ശക്തമായ രീതിയിൽ ഈ വിഷയത്തിൽ ഒരു അന്വേഷണം വേണമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. അതായത് JPC അന്വേഷണം തന്നെ വേണം. കാരണം നിലവിലെ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന് ശക്തമായ അംഗബലമുണ്ട്, അതിനാൽ അവർ ശക്തമായിട്ട് പ്രതിഷേധിക്കും. അതുപോലെ തന്നെ ഇത്തരത്തിൽ പ്രധാനമന്ത്രി അതുപോലെ തന്നെ അമിത്ഷാ നേരിട്ട് ഇടപെട്ട ഒരു സംഭവം, അത് ആർക്കു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയായിരുന്നു ജനങ്ങളോട് ഇത്തരത്തിൽ ഓഹരി വാങ്ങാൻ ഒക്കെ പ്രധാനമന്ത്രിയും അമിത്ഷായും പറഞ്ഞു തന്ന കാര്യം വ്യക്തമാക്കണം. ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തണമെന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷം ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി ഈ വിഷയം ശക്തമായിട്ട് ഉയർത്തി. അതിന് പിന്നാലെ ഇപ്പോൾ പ്രതിപക്ഷം ഒന്നാകെ ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ജൂൺ 4-ന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ഏകദേശം 30 ലക്ഷം കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് രാഹുൽ ഗാന്ധി ഇന്നലെ ഉയർത്തിയിരുന്നു. അതിന് വേറെ കണക്കുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ ഫലം പുറത്തു വന്നതിന് പിന്നാലെ 18,109 കോടിയുടെ വിദേശ നിക്ഷേപം വിപണിയിൽ നിന്ന് പിൻവലിക്കപ്പെട്ടതായിട്ടുള്ള കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. സെൻസെക്സ് 6% ഇടിഞ്ഞിരുന്നു. അഴിമതി ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത് വരുന്നു. അത് ശക്തമായി ഉന്നയിക്കാനാണ്, പാർലമെന്റിൽ അടക്കം ഉന്നയിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ ആലോചിക്കുന്നത്.